പ്രായക്കരയിൽ തനിക്ക് ആരൊക്കെ ഉണ്ട്? ആരുമില്ല, ഒറ്റത്തടിയാ. അതാ സുഖം, സ്വാതന്ത്ര്യം ഉണ്ടാവുമല്ലോ. ഒറ്റയാൻ. അതാ താൻ എവിടെയും സ്ഥിരമായിട്ട് തങ്ങാത്തത്. അത് പോരച്ചുതാ, ഒരു കുടുംബം അത് വേണം. വേണമെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല മൂപ്പ. തോന്നാഞ്ഞത് അച്യുതൻ പാപ്പാന്റെ ഭാഗ്യം. കഷ്ടകാലത്തിന് എനിക്കൊരു പെണ്ണിനോട് പൂതിയുണ്ട്. അവളെ എന്റെ പിടിച്ചാക്കി. ഭാര്യ ഭാര്യ അന്ന് തുടങ്ങിയതാ എന്റെ ഈ അധോഗതി. നീ എവിടെ പോയിരുന്നു? നേരം കുറെ ആയല്ലോ. അത് ഞാൻ ചാണക്ക് വെക്കാൻ പോയതാ, കത്തി. ആഹാ, കേട്ടോ അച്യുതാ, ഞാനൊരു കാര്യം എന്റെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. അത് നടന്നാൽ അന്ന് ഞാൻ എന്റെ മൂപ്പന് സ്ഥാനം ഒഴിയും. ചാരായം വേണ്ട ശിവ, ഞാൻ കുടിക്കത്തില്ല. എന്താ അത്? എന്താണ്? കഷായം. കഷായം? ഹോമിയോ കഷായം. ഇവിടെ കൊണ്ടുപോവാ, കൊണ്ടുവരാൻ. തുറക്ക്. അടിച്ചേ തുറക്കാവുന്ന, അതുകൊണ്ട്. ചാരായം. ചാരായം കുടിക്കാത്ത പാപ്പാന്മാർ. പാപ്പാന്മാർ ചാരായം കുടിക്കണം ഏത് ചട്ടത്തിലാ പറഞ്ഞിരിക്കുന്നത്? ആനക്കാരൻ കുടിക്കരുതെന്നാ ചട്ടം, മനസ്സിലായോ? അടപ്പ്. എന്റെ മോനാ ചന്ദ്രൻ. പാപ്പാൻ പണി വയ്യാഞ്ഞിട്ട് ഡ്രൈവറാവാ നടക്കുക. അറിയില്ലേ പുതിയ പാപ്പാൻ അച്യുതൻ? കേട്ടു. എവിടെന്നെങ്കിലും ഒരുത്തം വരും, എന്തെങ്കിലുമൊക്കെ കാണിക്കും. പിന്നെ നാട്ടുകാർക്കൊക്കെ അത് പറയാനേ നേരമുള്ളൂ. കോട്ടെ മൂപ്പ. ഇന്ന് ഇവിടെ കൂടാൻ വേണ്ട. അച്ചുവേട്ടൻ ഇന്ന് എന്റെ കൂടെയാ. കോട്ടെ. കുടിക്കുന്നതാണ് എന്റെ ചട്ടം. കൊത്തും, കൊത്തി അറിയും ഞാൻ. എന്നെ തോൽപ്പിച്ചൊരു നായിന്റെ മോനെ ഇവിടെ ജീവിക്കണ്ട. ആനയെ തല്ലുന്ന കാരവടി കൊണ്ട് ആളെ തല്ലരുത്. തല്ലുവിടാ. വാവത്തിനെ ഉപദേശിക്കാൻ ഒരു പട്ടി മറന്നിട്ടില്ല. ഉപദേശമൊന്നുമല്ല, താക്കീതാ. മേലാലി പന്തിയിൽ ആവർത്തിക്കരുത്. വിട്ടേക്ക്. ഈ തലയ്ക്ക് വട്ടുള്ള കുരങ്ങന്മാര് മൂക്കറ്റൻ ചാരായം കുടിച്ചിട്ട് ഇഞ്ചിയും കൂടെ തിന്നാ എങ്ങനെ ഇരിക്കും? ആ അവസ്ഥയിലാ വാവത്തിനാശാൻ. വട്ട് നിന്റെ തന്തയ്ക്കാ. കണ്ടോ, തന്തയ്ക്ക് പറയുന്നത് മൂത്ത വട്ടിന്റെ ലക്ഷണോ? ബാജ ഇവിടെ ഇവിടെയാ പറഞ്ഞത്. പോവാൻ. വെട്ടുപോത്തിനെ പിന്നെ ഉപദേശിക്കാം. ഇത് കാണ്ടാമൃഗം. എന്ത് കാണ്ടാമൃഗം? കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്ന് പറയുന്നു അല്ലേ? ഈ ഒരു നടത്തം മാത്രമേ ഉള്ളൂ. ഒരു മയവുമില്ലാതെ വെട്ടി വിഴുങ്ങണ പോത്തിറച്ചി അദ്ദേഹം മുഴുവൻ. തെക്കന്റെ ബലത്തിലല്ലേ ഈ കളി മുഴുവൻ കളിക്കുന്നത്? മുറുകുപുരം തേരച്ച് തേച്ചാ മതി, കരിഞ്ഞോളും. അപ്പോഴോ സാരമില്ല. ഇവൻ എന്താ ഒരു പേരെടുക്കാൻ മൂപ്പ? ഞാൻ പറയാം. കൊമ്പനാന കണക്ക് ചുരുക്ക ആന. പറ്റിയ പേര് അച്യുതൻ തന്നെ ഇട്. നിനക്കാണ് എന്റെ അവകാശം. അയ്യപ്പൻ. അത് കൊള്ളാം അല്ലേ മൂപ്പ? സാക്ഷാൽ ധർമ്മശാസ്താവിന്റെ പേരല്ലേ ഭഗവാന്റെ. അയ്യപ്പാ മോനെ, അടങ്ങടാ. മെടയിത്തിരി കൂടും. ആ അച്ചോട്ടിന്റെ അടുത്ത് എവന്റെ ഒരു വിളയാട്ടവും നടക്കില്ല മൂപ്പ. അയ്യപ്പനെ തന്നെ ഏൽപ്പിക്കുക. ആ, എന്തുണ്ടെങ്കിലും എന്നോട് പറയണം. ഓ, വരട്ടെ മൂപ്പ. ആട്ടെ. വാ. സ്വന്തം മക്കളെ പോലെയാണ് അദ്ദേഹത്തിന്റെ ആനകളെന്ന് വെച്ചാൽ. ഇനിയിപ്പോ ഇവനൊരു പദം വരുന്നത് വരെ അദ്ദേഹം കൂടെ കൂടെ വരും.
നാശം എത്തി വെളിവില്ലാതെ നോട്ടം കണ്ടില്ലേ പോണ്ടാരടന്ന് എന്താ ഭാവച്ച കണാരേട്ടൻ എന്തിയെന്ന് ചോദിക്കാൻ നിന്നപ്പോ ഒരുത്തി തന്റെ ഭദ്രകാളിയെ പോലെ തുള്ളിക്കൊണ്ട് അകത്തേക്ക്. അല്ല, അവൾക്കെന്താ എന്നെ കാണുമ്പോ ഒരു ചൊറിച്ചില്? നിന്റെ മട്ടുമാതിരി അതല്ലേ നിന്റെ ഒരു ഒടുക്കത്തെ കുടിയും. ഞാൻ കുടിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. കൂടി ഞാനങ്ങ് നിർത്തിയേക്കാം. പക്ഷെ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം. മനസ്സിലായില്ലേ? ഞങ്ങളുടെ കെട്ട് എന്റെയും ഗൗരിയുടെയും അത് ഇന്ന് തീരുമാനിക്കണം. ഒന്നും തീരുമാനിക്കാനില്ല. ഇയാളെ കെട്ടാൻ എനിക്ക് സൗകര്യമില്ല. അതിന് വേറെ ആളെ നോക്കിക്കോ. കിടന്ന് തുള്ളാൻ അകത്ത് കയറിപ്പോടി. അവള് തുള്ളട്ടെ ഇടത്തി. ഇതുപോലെ ഇളക്കമുള്ള എത്ര മതയാനകളെ തളച്ചവനാണ് ഈ വാവച്ചൻ. പിന്നെ ഈ പിടിയാന. തുള്ളിക്കോ തുള്ളിക്കോ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ വീട്ടുമുറ്റത്താണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. ചൂലെടുത്തടിക്കും. പറഞ്ഞേക്കാം. ഇറങ്ങി പോടോ. നിർത്തടി ഒരുമ്പെട്ടോണേ. നിന്നോടല്ലേ പറഞ്ഞ അകത്ത് കയറി പോകാൻ. ഭാവത്തിന് ഇപ്പൊ പോ. ഞാനിപ്പോ പോവാ. എല്ലാം അവളെ പറഞ്ഞ് മനസ്സിലാക്ക്. ആരാടി നീ? രാജകുമാരിയാ. നീ എന്തു ഭാവിച്ചാ? തള്ളകല്ല വാവല് തല കിഴക്കനാൻ പാടാ. പ്രായം അവര് പറഞ്ഞ കേട്ടാ നിനക്ക് നല്ലത്. നിന്നെ ഓർത്തിന്റെ കയ്യിലേൽപ്പിച്ച അത്രേ സമാധാനായി ഞങ്ങക്ക്. കള്ളം കുടിച്ച് കൂത്താടി അടക്കുന്ന ഒരുത്തന്റെ തലയില് എന്നെ കെട്ടിവെച്ചാൽ നിങ്ങക്ക് സമാധാനാവും. പൊന്നും പണ്ടൊന്നുമില്ലാതെ വാവച്ച നിന്നെ ചോദിക്കണേ. ഞങ്ങളുടെ കണ്ണടഞ്ഞ നിനക്കൊരു തുണ വേണം. ആണുങ്ങളായ ഇത്തിരി കുടിക്കും എന്ന് വെച്ചാൽ അവൻ സ്നേഹമില്ലാത്തതൊന്നല്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അയാളെ ഇഷ്ടമല്ലെന്ന്. അതിലും ഭേദം വല്ല കൊക്കയിലും ചാടി മരിക്കുന്നതാ. എന്നാ വരും പൊന്നും പണ്ടവും കൊണ്ട് രാജകുമാരൻ ഊട്ടിയാൻ പറഞ്ഞ സന്തതി. നിന്നെ പിഴച്ചു വെച്ചപ്പോഴേ 2 കൈ നീട്ടി വാങ്ങിയത് ഞാനാ. അതിന്റെ നന്ദിയെങ്കിലും വേണോടി. തള്ള പിഴച്ചു പറ്റത് അവരുടെ കുറ്റം കൊണ്ടല്ലല്ലോ. സാരമില്ല. ആനക്കാരനായാലും 6 കണ്ണു വേണം, ഉറച്ചൊരു മനസ്സും. അല്ലെ ആനയുടെ കൊമ്പലിരിക്കും. വിളിക്കുന്നു. പ്രായക്കരയില് പാപ്പാൻ ആരൊക്കെ ഉണ്ടടി? കൊച്ചുപാപ്പ വല്ലതും പറഞ്ഞോ? 6-7 പിള്ളേരും ഭാര്യയും. താൻ എന്തിനാ ഇതൊക്കെ തിരക്കണേ? ഞാൻ വെറുതെ ചോദിച്ചതാ. ആരുണ്ടായാലും തനിക്കെന്താ? മനസ്സിലാവുന്നുണ്ട്. അത്രയ്ക്ക് വലിയ തമാശയാണെങ്കിലേ ഞാനും കൂടി കേക്കട്ടെ. തമാശയൊന്നുമല്ല. പിന്നെ അച്ചോട്ടിന്റെ ഭാര്യയും കുട്ടികളെയും പറ്റി പറയായിരുന്നു. അതാണോ കാര്യം? പ്രായക്കരയില് നാട്ടുകാർ അറിഞ്ഞോണ്ട് ഒരു ഭാര്യ, കൊച്ചിയിലും നിലമ്പൂരും നാട്ടുകാർ അറിയാതെ വേറെയും, എല്ലാം കൂടി പിള്ളേര് 10-12 എണ്ണം ഉണ്ട്. ഈ കുടുംബാസൂത്രത്തെ പറ്റി പാപ്പന് വലിയ ധാരണ ഒന്നുമില്ലല്ലേ? പിന്നെ ഈ ആനക്കാരെവിടെ ചെന്നാലും പെണ്ണുങ്ങൾ ഇങ്ങനെ ക്യൂ നിൽക്കും ഒന്ന് അടുത്തുകൂടാ. അതൊക്കെയല്ലേ ഞങ്ങൾ പാപ്പാന്മാരുടെ പ്രത്യേക സ്വഭാവം. അയ്യടാ, എന്നാലേ അങ്ങനെ ഒരു സ്വഭാവം നമുക്ക് വേണ്ട കേട്ടോ. കൊല്ലും ഞാൻ. ആനപ്പന്തി നിനക്കെന്താടി കാര്യം? ഓടി വീട്ടില് എന്ന് പറയാൻ താനാരാ? നിനക്കറിയില്ലേ? എന്നാ കേട്ടോ, നിന്നെ കെട്ടാൻ പോണോൻ താൻ മാത്രം തീരുമാനിച്ചാ മതിയോ? തൽക്കാലം അത് മതിയടി. വാവച്ചനൊന്ന് തീരുമാനിച്ചാൽ അത് നടക്കും. ആശാനെ, ആ കയ്യങ്ങടക്ക്. എടാ, എന്റെ പെണ്ണിന്റെ കൈ കയറി പിടിക്കാൻ നിന്റെ അനുവാദം വേണോ? ഓടി വീട്ടില്. എന്റെ ആശാനാണല്ലോ എന്ന് കരുതി ഇത്രയും നാൾ ഞാൻ ക്ഷമിച്ചു. കയ്യും കെട്ട് കൊള്ളുന്നതൊക്കെ അങ്ങ് നിർത്തി. ഇനി ആവശ്യമില്ലാതെ എന്റെ നേരെ കൈ ഓങ്ങിയാൽ ഓങ്ങുന്ന ആ കൈ ഞാൻ വെട്ടും. നീ ഞൊട്ടും.
കൊടുത്തോട്ടെ. ഹ, പറഞ്ഞാ കേക്കൂല അല്ലേ ഏട്ടാ? കണ്ണി ചോരയില്ലാത്തവനാ വാവച്ചൻ. പോരാത്തതിന് തെക്കന്റെ ആളും. തെക്കന്റെ ആൾക്കാരോട് ഇടയാൻ പോയാ ആർക്കും ഇവിടെ മനസമാധാനത്തോട് ജീവിക്കാൻ പറ്റില്ല. ആരാ ഈ തെക്കൻ? ഞാനിവിടെ വന്നപ്പോ മുതൽ കേൾക്കുന്നു. ഈ കാട് ഭരിക്കുന്ന രാജാവ്. എന്നിട്ട് ഞാനിതുവരെ കണ്ടില്ലല്ലോ. അതെങ്ങനെ? അയാൾ ഇവിടെ ഉണ്ടായിട്ട് വേണ്ടേ? ഇപ്പൊ നാട്ടിലാ. കാടാറ് മാസം കഴിഞ്ഞ് നാടാറ് മാസത്തിലാ. ഒരു ദിവസം അയാൾ വരും കാടിളക്കാൻ. അന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് എന്താന്ന് കർത്താവിന് മാത്രം അറിയാം. അത്തഞ്ഞി അവിടെ കിടന്നോ. ഞാൻ പറയും പോലെ അനുസരിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. അയ്യയ്യേ, ഇതെന്ത് അളവിലാതിയാണിയത്? കിടക്കാൻ പറഞ്ഞു, എണീക്കാൻ പറഞ്ഞു കിടക്കുക. പുറംകാലം കൊണ്ട് ഒരു അടി എന്ന ചടങ്ങി പോവും. 6 മൈൽ അപ്പുറത്ത് മാറി നിന്നല്ല ആനയോട് കാര്യങ്ങൾ പറയേണ്ടത്. അല്പം കൂടി ധൈര്യം കാണിക്കേട്ടാ. എന്നും ഇങ്ങനെ ആനപ്പിണ്ടോ മാറി കഴിഞ്ഞാൽ മതിയോ? എടാ ശിവ, കളിയാക്കല്ലേ. ഈ പേടി എന്ന വാക്കിന്റെ അർത്ഥം പോലും എനിക്കറിയില്ല. പിന്നെ എന്താ സൂക്ഷിച്ചാൽ നമ്മൾ സൂക്ഷിക്കണ്ടല്ലോ എന്ന് കരുതിയ. ഉവ്വ, ഇന്ന് ഞാൻ ചേട്ടന്റെ പേടി മാറ്റിത്തരാം. വാ കേറാം. ശിവ, ഞാൻ പറഞ്ഞു കേൾക്ക്. സൈക്കിളിന്റെ പുറത്താണെങ്കിൽ എങ്ങനെയും കയറാം. ഇത് ആനയാ. ചിലപ്പോ ആന എന്നെ കണ്ടു പഠിച്ച ഒന്നും പേടിക്കില്ല. കേറാനാ പറഞ്ഞത്. കാല് വെച്ച് കേറും. അങ്ങോട്ട് കേറ്. ഞാനിവിടെ ഉണ്ട്. കേറാൻ കേറിയേട്ടാ. പൊന്നു പോലെ ശിവ, ആന എന്നെ കണ്ടിട്ട് പേടിച്ച് പറക്കുന്നു. മോനെ, എന്തൊരു സുഖം മോനെ. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ 2 ദിവസം മുമ്പ് കയറിയിരിക്കായിരുന്നു അല്ലേ? അധികം ചിരിക്കില്ല കേട്ടോ. മൂപ്പന്റെ മഴ പവറൊന്നും എന്റെ അടുത്ത് വേണ്ട. അതെ, വരട്ടൊക്കെ അങ്ങോട്ട് വേണ്ട, ഇവിടെ മതി. ഓ, ഓർത്തില്ല. നമ്മൾ അടുത്ത മൂപ്പനാൻ വേണ്ടി കച്ച കെട്ടിരിക്കാണല്ലോ. ദോഷം പറയുന്നുണ്ട്. ജോലി കൊള്ളാം. നല്ല മൂപ്പന് നല്ല മൂപ്പി. നല്ലതുപോലെ മൂക്കുന്നുണ്ടല്ലോ മൂപ്പ.